കാരണം പല സ്ഥലങ്ങളിൽ ഞാനും എന്റെ മാതാപിതാക്കളും തലകുനിച്ച് സാധിപ്പിച്ചു കൊടുക്കാറുണ്ട് അവർക്ക്. സുഹൃത്തുക്കളെ, ഭഗവാൻ കൃഷ്ണൻ കാരണം പല സ്ഥലത്തും ഈ ഒരു പെൺകുട്ടിക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവരെന്താ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നറിയില്ല. നമ്പർ 1, മറ്റു മതത്തെ വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് പറയേണ്ടി വരും. ജീവിച്ചോട്ടെ കേട്ടോ. സോക്കോൾഡ് സംഘികളൊക്കെ പറ്റി ആരെങ്കിലൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ ലബ്ധം എന്ന് മാത്രമേ പറയുള്ളൂ. അവരങ്ങ് ജീവിക്കട്ടെ, സുഖമായിട്ട് അങ്ങ് ജീവിച്ചു പോട്ടെ എന്ന് പറയും. ഇവരുടെ വർത്തമാനത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. എനിക്ക് ചോദിക്കാനുള്ളത് ഇസ്ലാമിക വിശ്വാസികളോടാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം മുഴുവൻ എനിക്ക് ചോദിക്കാനുള്ളത്. ആദ്യം നമുക്കൊന്ന് കേൾക്കാം. ായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം കൃഷ്ണൻ കാരണം പല സ്ഥലങ്ങളിൽ ഞാനും എന്റെ മാതാപിതാക്കളും തലകുനിച്ച് സാധിപ്പിച്ചു കൊടുക്കാറുണ്ട് അവർക്ക്. അവരെ രണ്ടുപേരെയും ഹജ്ജിന് പറഞ്ഞയക്കണമെന്നുണ്ട്. കാരണം മതം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവരെയും എന്നെയും എല്ലായിടത്തും വല്ലാത്തൊരു പരീക്ഷണത്തിന് ഉണ്ടായി. പലരും ചോദിക്കുന്ന മതമില്ലാത്ത ഞാൻ എന്തിന് എന്റെ മാതാപിതാക്കളെ ഹജ്ജിന് പറഞ്ഞയക്കണം. ഇത് ആരെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിൽ വലിയ താരമാണ് ഭഗവാൻ കൃഷ്ണൻ. ഹിന്ദു മതത്തിൽപ്പെട്ട ഭഗവാൻ കൃഷ്ണന്റെ ഫോട്ടോകൾ വരയ്ക്കുന്ന മുസ്ലിം സ്ത്രീ എന്ന രീതിയിലാണ് ഇവർ പ്രസിദ്ധമായത്. അങ്ങനെ പ്രസിദ്ധമായി അങ്ങനെ ഫോട്ടോകളൊക്കെ വരച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ അടുത്ത കാലത്ത് അവർ പറഞ്ഞു, ഞാൻ തട്ട ഉപേക്ഷിക്കുന്നു, മതം ഉപേക്ഷിക്കുന്നു, ഞാൻ ഇനി ഇസ്ലാമല്ല, ഞാൻ വെറും മനുഷ്യ സ്ത്രീയാണ് എന്ന രീതിയിൽ ഇവർ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇവർ വേറെ പോസ്റ്റ് വന്നു, എൻ്റെ 500 ഫോട്ടോകൾ വാങ്ങിക്കാമോ? ഒരു ഫോട്ടോയ്ക്ക് 10,000 5,000 വില ഉണ്ട് കേട്ടോ. എൻ്റെ 500 ഫോട്ടോയ്ക്ക് എനിക്ക് ഓർഡർ തരാമോ? എനിക്ക് എൻ്റെ രക്ഷിതാക്കളെ ഹജ്ജിന് പറഞ്ഞയക്കാനാണ്. ഞാൻ സ്വാഭാവികമായിട്ടുള്ള സംശയമാണ് ചോദിക്കുന്നത്, ഇസ്ലാം മത വിശ്വാസികളോടാണ് ചോദിക്കുന്നത്. വേറൊരു മതത്തിൽപ്പെട്ട ഒരു ദൈവത്തിന്റെ ഫോട്ടോകൾ വരച്ച് അതൊക്കെ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഇസ്ലാം മതത്തിലുള്ള ഒരാളെ ഹജ്ജിന് പറഞ്ഞയക്കുന്നത് ശരിയാണോ? അങ്ങനത്തെ ഒരു സംഭവം നിലവിലുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ആ ഹജ്ജ് എത്രത്തോളം ഗുണകരമാണ്? അറിയാൻ പാടില്ലാത്തൊന്നും ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ വല്ല പദ്ധതി ഉണ്ടോയെന്ന് അറിയില്ല. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നന്നായിട്ട് ഹിന്ദുക്കളെ മൂഞ്ചിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അതിന് നല്ല മിടുക്കുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിൽ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാള് വേറൊരു മതത്തിൽപ്പെട്ടൊരു സംഗതി ചെയ്യുമ്പോൾ ആ മതത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാള് ഹിന്ദു മതത്തിൽപ്പെട്ട ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുമ്പോൾ, ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളാണ് ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു ദൈവത്തെ ആരാധിക്കുന്നത്, ഹൗ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം, അതാണ് നമ്മൾ ഹിന്ദുക്കൾ എന്നൊക്കെ ഇതിലുള്ള പറച്ചിൽ നടക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെയാണ് ഇവർ ഭംഗിയായിട്ട് പറ്റിക്കുന്നത് കേട്ടോക്കാം. ഞാനാണ് മതം ഇല്ല എന്ന് പറയുന്നു, മതം വിട്ടു എന്നും അല്ല പറഞ്ഞത്. മതത്തിന്റെ പേരിൽ അറിയപ്പെടാൻ താല്പര്യമില്ല, മനുഷ്യൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ് താല്പര്യം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മതം വിട്ടു എന്ന് പറഞ്ഞു ഞാൻ ആ രീതിയിൽ കുറച്ച് എന്റെ മാതാപിതാക്കളെയൊക്കെ എന്നെ ഉപദ്രവിക്കുന്ന എന്നെ കൊല്ലൂന്ന് വരെ ഭീഷണിപ്പെടുത്തി കോളുകൾ വരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അവര് ജനിച്ച് വളർന്ന് ഇതുവരെ നിൽക്കുന്നത് ഇസ്ലാം മതസ്ഥരായിട്ടാണ്. അപ്പൊ അവരുടെ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു ഹജ്ജിന് പോവുക എന്നുള്ളത്. അപ്പം മക്കൾക്കുണ്ട് ഒരു കടമ. എനിക്ക് ആ ഒരു കടമ അവിടെയാണ് നമുക്ക് പിടിക്കേണ്ടി തോന്നുന്നു. മക്കൾക്കുണ്ടൊരു കടമ ഉണ്ടായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന സംഗതി നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇവർ രണ്ട് തരത്തിലാണ്. ഒന്ന്, ഇവർക്ക് ഭഗവാൻ കൃഷ്ണനോട് അപാരമായിട്ടുള്ള ആരാധനയാണ്. ഭഗവാൻ കൃഷ്ണന്റെ ഫോട്ടോകൾ വരച്ചിട്ടാണ് അത്ര ഇവർ വീട് വെച്ചത്. ഭഗവാൻ കൃഷ്ണനെ ആരാധിച്ചാണ് അത്ര ഇവർക്ക് നന്മകളൊക്കെ കിട്ടിയത്. അതേസമയം തന്നെ ഭഗവാൻ കൃഷ്ണന്റെ പേരിൽ പലയിടത്തും തല കുനിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുകൂടി ഇവർ പറയുന്നുണ്ട്. ഇങ്ങനെ തല കുനിക്കേണ്ടി വന്ന ഒരാളെ ചിത്രം പിന്നെ എന്തിനാണ് വരയ്ക്കുന്നത്? ഉണ്ടാവത്തിരുന്നു. എന്തായാലും നോക്കാം. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അവരെ ഹജ്ജിന് പറഞ്ഞയക്കാൻ എന്നുള്ളൊരു കടമയുണ്ട്. അപ്പൊ എനിക്ക് എന്റെ ജോലി എന്ന് പറയുന്നത് ചിത്രം വരയാണ്, അതും കൃഷ്ണനെ വരയ്ക്കുന്നതാണ്. അപ്പൊ എനിക്ക് ഏകദേശം 500 ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ ഇവരുടെ ഈ ഒരു ആഗ്രഹത്തോട് ഞാൻ സാധിപ്പിച്ചു കൊടുക്കും. അതിന്റെ പേരിൽ എന്നെ ഒരുപാട് ആൾക്കാർ നിരന്തരമായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുക ചെയ്യുന്നത്. കൃഷ്ണന്റെ പൈസയിൽ എങ്ങനെയാ ഹജ്ജിന് പോവുക എന്ന്. ഇതാണ് ഉപദ്രവമല്ല, സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ, ഞാൻ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നു, ഞാൻ വേറെ മതത്തിൽപ്പെട്ട, ഞാൻ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളൊന്നുമല്ല, പക്ഷെ എനിക്ക് എൻ്റെ ഉപ്പനും ഉമ്മിനെ ഹജ്ജിന് പറഞ്ഞയക്കണം
എൻ്റെ 500 ഫോട്ടോസുകൾ വാങ്ങിക്കാവോ എന്നൊക്കെ ഇവർക്ക് ചോദിക്കുന്നത്. എന്തായാലും ഈ ഒരു ചോദ്യങ്ങളൊക്കെ ന്യായമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അങ്ങനെ പറഞ്ഞയക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ പറഞ്ഞയക്കട്ടെ എന്നുള്ളതാണ്. 500 ഫോട്ടോസുകൾ ഒരു 5000 രൂപ വെച്ചിട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ഒറ്റ 10 100 1000, ഏകദേശം ഒറ്റ 10 100 1000 10000 ലക്ഷം 2 ലക്ഷം, ഓഹോ, ഒരു 2 ലക്ഷം 50,000 രൂപ എങ്ങാണ്ടൊക്കെ ആയിരിക്കും കിട്ടുക എന്ന് തോന്നുന്നു. കണക്കിൽ ഭയങ്കര മോശമാണ്. അങ്ങനെ ഒരു 2 ലക്ഷത്തോളം രൂപ കിട്ടിയിട്ട് ആ ഒരു തുക കൊണ്ട് രക്ഷിതാക്കളെ പറഞ്ഞയക്കാം എന്നുള്ളതാണ്. അതിൽ ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം ഇതൊരു ഉഡായിപ്പ് പരിപാടിയാണെന്നുള്ളതാണ്. രക്ഷിതാക്കളെ ഹജ്ജിന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞ കുറേ ഹിന്ദുക്കളും കുറേ മുസ്ലിങ്ങളും ഇതിൽ പെട്ടെടുക്കുന്ന കുറേ മുസ്ലിങ്ങളും ഒക്കെ എന്ത് ചെയ്യും, ഇവർക്ക് പൈസ അയച്ചു കൊടുക്കും, ഇവരെ ഫോട്ടോസുകൾ വാങ്ങിക്കും, ഇവരുടെ ഫോട്ടോസുകൾ വാങ്ങിച്ച് വേറെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. ആ ഒരു നന്മ പ്രവൃത്തിയല്ലേ, ഒരു നല്ല കാര്യമല്ലേ ചെയ്യുന്നത് പൈസ. അപ്പൊ ഇങ്ങനെ പൈസ പിരിച്ചു ഇത്രയേ ഉള്ളൂ. ഇതൊരു തരത്തിലുള്ള പിരിവാണ്. എല്ലാവരും 5000 രൂപ വെച്ച് വാങ്ങിച്ചിരിക്കുന്ന ഒരു പിരിവാണ്. ആ പിരിവിനൊരു ഫോട്ടോ മുമ്പിൽ വയ്ക്കുന്നു എന്നുള്ളൂ, ഒരു ഫോട്ടോ വിൽക്കുന്നു. ഇവർ പറയുന്നത് ഇതെൻ്റെ തൊഴിലാണ്, ആ തൊഴിൽ ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ശരിയാണ്, നിങ്ങളിത് തൊഴിലാണെങ്കിലും ഇതിന് വേറൊരു വശമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ സോക്കോൾഡ് ഹിന്ദുക്കളെ പറ്റിക്കലാണ്. അതായത് ഒന്നെങ്കിൽ നിങ്ങൾ ആ ഒരു മതത്തിൽ നിന്ന് പരിപൂർണമായി വിട്ടിട്ട് ഹിന്ദു മതത്തിൽ ചേർന്ന് കഴിഞ്ഞ ശേഷം അതൊക്കെ വരയ്ക്കുകയും ഇതിനുള്ള ആരാധന പ്രകടിപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ ഒരു രസമുണ്ടാകും. ഇതതില്ല, അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത രീതിയിലൊക്കെ നിൽക്കുമ്പോഴേ നാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും. ഇതൊരു തരത്തിലൊരു വർഗീയ ധ്രുവീകരണത്തിനൊക്കെ കാരണമാവും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. വീണ്ടും ചോദിക്കുന്നു, ഇങ്ങനത്തെ ഒരു ഏർപ്പാട് ഇസ്ലാം മതത്തിലുണ്ടോ? അല്ലെങ്കിൽ ഇത് ശരിയാണോ ഇസ്ലാം മതപ്രകാരം?